ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് റീബോൺ ആണ്. ഇതിപ്പോൾ ഇറങ്ങിയൊരു പുതിയ ഡ്രാമയാണ്. പ്രധാനമായിട്ടും വെൻ ഐ ഫ്ലൈ ടുവേർഡ്സിലെ ഹീറോയാണ് ഇതിലെ ഹീറോ. ഈ ഹീറോ ആരുടെയെങ്കിലൊക്കെ ഫേവററ്റ് ആണെങ്കിൽ താഴെ കമന്റിൽ പറയുക, കാരണം എൻ്റെ ഫേവററ്റും കൂടെ. സോ ഇപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കം തന്നെ ഹീറോയിന്റെ ഫാമിലി അവരുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് താമസം മാറി പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഹീറോയിന്റെ പേര് ചിൻയു, പിന്നെ അവൾക്കൊരു അനിയനും ഉണ്ട്. അങ്ങനെ അവരുടെ പാരന്റ്സിന്റെ കൂടെ സിറ്റിയിൽ ചെന്ന് താമസിക്കാനാ പ്ലാൻ. അങ്ങനെ അതിനുവേണ്ടി ഒരു പുതിയ റെസ്റ്റോറന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇവർ അവിടേക്ക് ചെല്ലുക. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഇവരും പുതിയ നൂഡിൽസ് ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അടുത്തുള്ള കടക്കാരൊന്നും ഇത് വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവരതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് സന്തോഷത്തിൽ ഇവരുടെ പുതിയ ജീവിതം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അങ്ങനെ അതിനുശേഷം കസ്റ്റമേഴ്സിനൊക്കെ വിളിച്ചെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നോട്ടീസ് കൊടുക്കുമ്പോഴാണ് അതാരും തന്നെ വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരും കുറച്ച് അപ്സെറ്റ് ആയിരിക്കുമ്പം എന്തായാലും വരും ദിവസം കുറെ ആൾക്കാർ വന്നോളെന്ന് പറഞ്ഞ് അവരെ തന്നെ ആശ്വാസപ്പെടുത്തും. കൂടാതെ ഈ കഥ നടക്കുന്നത് 2007 അങ്ങനെ ഇവരൊക്കെ കടയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പം അനിയനാണ് അപ്പുറത്തെ കടയിൽ ചെന്ന് TV കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നിട്ട് ഞങ്ങളൊക്കെ അത്രയും കഷ്ടപ്പെടുന്നു, നീ മാത്രം ഇവിടെ നിന്ന് ഓസിന് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പം അവനാണ് പൈസ കൊടുത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അമ്മയും ഇവർക്ക് ഇതുവരെ കസ്റ്റമേഴ്സ് ഒന്നും വരാത്തതുകൊണ്ട് പൈസക്കാർ ഇവരുടെ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിന് ആ ഓണർ സമ്മതിച്ചിട്ട് ഇവർക്ക് 2 മക്കളെ ഉള്ളതെന്ന് പറഞ്ഞ് ചിന്നുവിന് ഇവനെ കണ്ടിട്ട് ചോദിക്കും. അപ്പോഴാണ് അമ്മ ഈ ചോദ്യം കേട്ട് കുറച്ച് ടെൻഷനായിട്ട് ഞങ്ങൾക്ക് 2 കൊച്ചുങ്ങളെ ഉള്ളതെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ അനിയൻ ടേബിൾ ക്ലീൻ ചെയ്യുമ്പം അഴുക്കുള്ള അവരുടെ പ്ലേറ്റിനകത്ത് വീണെന്ന് പറഞ്ഞ് ഇവനെ നേർക്ക് ചൂടുവെള്ളം എടുത്തൊഴിക്കും. അങ്ങനെ അതോടെ അവനാണ് വേദന സഹിക്കാൻ പറ്റാതെ അവിടെ ശബ്ദം ഉണ്ടാക്കുമ്പം അവന്റെ അമ്മ അവിടേക്ക് വന്ന് അവരോട് സോറി പറയും. അതിനുശേഷം ആ ലേഡി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പം വണ്ടിയുടെ ടയറാണ് പെട്ടെന്ന് പഞ്ചറായി കാണും. കാരണം അനിയന്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ചിന്നു തിരിച്ച് പ്രതികാരം ചെയ്ത. എന്നിട്ട് രാത്രി ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ അമ്മയാണ് ഒരു തുണി കണ്ട ഉടനെ പെട്ടെന്ന് മൂടങ്ങ് മാറാൻ തുടങ്ങും. അങ്ങനെ അതോടെ ചിന്നുവാണെ പെട്ടെന്ന് ഓടി വന്ന് അവൾ ആ തുണി എടുത്തുണ്ടെങ്കിൽ കത്തിക്കും. കാരണം ഇവൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവളുടെ ഒരു തുണിയാണത്. പക്ഷെ അങ്ങനെ ഒരു തില്ലെന്ന് വിചാരിക്കാൻ വേണ്ടിയാ ഇവര് താമസം മാറി ഇവിടേക്ക് വന്നേക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവന് കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അനിയനാണ് അവളോട് ഇവൾ അച്ഛനമ്മയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ഇവളോട് തിരിച്ച് അത്ര സ്നേഹമൊന്നും കാണിക്കുന്നില്ലെന്ന് അവ മനസ്സിലാക്കിയെന്ന് പറയും. കാരണം ഒരു പണി ചേരുന്നിട്ടും ഇവനോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആകെ ഒരൊറ്റ ചേച്ചി എനിക്കുള്ളായിരുന്നെന്ന് നാട്ടുകാർ വിചാരിച്ചെന്ന് പറയും. പക്ഷെ അത് ഇവളല്ല, നമ്മുടെ മൂത്ത ചേച്ചിയെന്ന് പറയുമ്പം അവളാണ് ദേഷ്യപ്പെടും. അതോടെ ഇവനും പറ്റുന്ന വാക്കി മാറ്റിയിട്ട് ചുമ്മാ തമാശക്ക് അറിഞ്ഞ് ഇവൻ ആകുള്ള ചേച്ചി ഇവളുള്ളെന്ന് അറിഞ്ഞ് ഇവളെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം അവളൊരു ഡയറി എടുത്തിട്ട് ഇവളുടെ കൂടെ മുമ്പ് ഒരുമിച്ച് പഠിച്ച ഇതിന്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ ക്രഷ് ആണെന്നാ തോന്നുന്നത്. അവന്റെ പേര് മിൻകെ. അതിനുശേഷം അടുത്ത ദിവസം ചിന്നിയും ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഇവളെ പെട്ടെന്ന് തള്ളിയിട്ടിട്ട് ഒരുത്തനാണ് വേറെമാരെ പിടിച്ചു നിർത്തി അവന്റെ ഇരിക്കുന്ന പൈസയൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ, പേര് ഷൻ. അങ്ങനെ അവൻ പൈസ തട്ടിപ്പറിക്കുന്നുണ്ട്. ഇവള് പേടിച്ച് അവിടെ നിന്ന് സ്ഥലം വിടും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോയിട്ട് സമാനത്തെ ഒരു സ്ഥലത്തിരുന്ന് ഇവളുടെ സ്കൂളിൽ പഠിച്ച ക്രഷിന് ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ ഇപ്പൊ എത്തിയതോളെന്ന് പറഞ്ഞ് അവൾ ഇവന്റെ അടുത്ത് നകന്നു വന്നുകൊണ്ട് ഇനി കോളേജ് വെച്ചെങ്കിലും നമുക്ക് ഒരുമിച്ച് കണ്ടുവിട്ടാന്ന് പറഞ്ഞ് അവന് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇതൊക്കെ പുറയുന്ന ഒരുത്തിന് കണ്ടോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവൾ ഒരു ഇല എടുത്ത് അതിനകത്ത് വെച്ചിട്ട് ആ ലെറ്റർ അയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പുറയുന്ന കണ്ടോണ്ടിരുന്ന ഷെന്നാണ് അവിടേക്ക് വന്നിട്ട് എന്റെ മരത്തിൽ നിന്ന് ആരെ ഇല എടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യും. ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി നിന്റെ മരം നിന്നകത്ത് എഴുതി വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞ് അവളും കാണിച്ചു കൊടുക്കും ഇത് വേറെ ആൾക്കാരുടെ മരമാന്ന്. അതിനുശേഷം അവനാണ് ആ ലെറ്റർ ഇവൾക്ക് കൊടുക്കാതെ നിനക്ക് എന്നെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യും. അപ്പരാണ് ഇവളും ഇവൻ അവന്മാരിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നുണ്ട് ഇവന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ പോകാൻ വേണ്ടി നോക്കും. അപ്പരാണ് അവൻ അവിടെ നിന്നോണ്ട് നീ ഷൗബയുടെ അനിയത്തില്ലെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഇത് കേട്ട് ഇവള് പേടിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം അവന് സത്യത്തി നീ അവളുടെ അനിയത്തിനെല്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളിവിടെ നിന്ന് ഇവന്റെ കൈ കയറി കടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ കൊച്ചിലെ ഇവർ തമ്മിൽ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവൾക്ക് ഇവനെ പിടികിട്ടിയില്ല. എന്നിട്ട് അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി ഇവളും ബുക്കൊക്കെ ബൈൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മയാണ് അടുത്ത് വന്നിരുന്നിട്ട് ഒരു പെങ്കൊച്ചിന് സ്ഥിതിക്ക് ഇവള് സ്കൂളിൽ വല്ല പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും പങ്കിടില്ലെന്ന് പറയും. അങ്ങനെ പഠിക്കുന്ന പിള്ളേർ ആരാണോ അവരോട് മാത്രം കൂട്ടുകൂടിയാൽ മതി എന്നറിഞ്ഞ് അവൾ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ പഠിത്തത്തെക്കാളും വലുത് ഇവളുടെ സേഫ്റ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം കിടക്കാൻ പോകുന്ന മുമ്പ് അനീനാണ് ഇവരുടെ ചേച്ചിയുടെ ഷൂ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തി ഇതെന്തിനാണെന്ന് ഇവിടേക്ക് എടുത്തോണെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അപ്പോഴാണ് അവന് വിഷമിച്ച് ചേച്ചി അവസാനമായിട്ട് ഇതിട്ട ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് അവളുടെ ഓർമ്മയ്ക്ക് അവ ഇത് വെച്ചേക്കുമെന്ന് പറയും. അപ്പോഴാണ് അവളും അങ്ങനെ ഒരു ചേച്ചിയുള്ള കാര്യം മറക്കാൻ വേണ്ടിയാ നമ്മുടെ അച്ഛനമ്മ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളെ മര്യാദ കിടക്കാൻ പറഞ്ഞിട്ട് അവള് കിടക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അനിയനും നീ എപ്പോഴും അമ്മ പറയുന്ന അതേപോലെ കേട്ട് നടക്കാന്ന് പറഞ്ഞ് ഇവൾ അമ്മയുടെ മോളാന്ന് പറയും. അതോടെ അവൾ ദേഷ്യത്തി മിണ്ടാതെ കിടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞിട്ട് അവള് കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് ഇന്ന് ഷൻ ഇവളോട് ചോദിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ വരും ഇവള് ഷൗബയുടെ അനിയത്തിയാണോന്ന്. കാരണം ഇങ്ങനെ ഒരു ചേച്ചി
തേച്ചുള്ള കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ അവർ ഇവിടെ കൊന്ന്. പക്ഷെ ഇവിടെ ഒരുത്തനിപ്പോ അതിനെക്കുറിച്ച് അറിയാം. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവള് കടന്നുറങ്ങുമ്പോഴാണ് ഇതിനുമ്പ് ഗ്രാമത്തിൽ വെച്ച് നടന്ന മോശമായിട്ട് സംഭവങ്ങളൊക്കെ ഇവൾക്ക് സ്വപ്നമായിട്ട് വന്നവും. അങ്ങനെ കുറെ റൗഡി പയ്യന്മാര് ഇവളല്ല സുന്ദരി പെൺകുട്ടിയുടെ അനീതി എന്നറിഞ്ഞ് ഇവളായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി ഇവൾക്ക് ഇപ്പൊ ഉറക്കം വരത്തില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവള് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഷെന്നിന് പനിഷ്മെന്റ് ആയിട്ട് ഗ്രേസ് മാർക്ക് കുറയ്ക്കാന്ന് പറഞ്ഞ് 2 പയ്യന്മാരിന്ന് അവിടെ നോട്ടീസ് ഒട്ടിക്കും. അങ്ങനെ ഇവന്മാർ അവന്റെ ഫ്രണ്ട്സാ. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ചിന്നുവിനെ കണ്ടിട്ട് ഇവന്മാരും യൂണിഫോം ഇല്ലാത്തോണ്ട് നീയാണ് ഇവിടെ പുതിയതായിട്ട് പഠിക്കാൻ വന്ന പെങ്കൊച്ചെന്ന് പറഞ്ഞ് അവന്മാരുടെ ക്ലാസ് ആണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഇപ്പൊ ക്ലാസ്സിൽ പോയി ആരും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ സ്വിമ്മിംഗ് പൂളിലേക്ക് എല്ലാരും ക്ലീൻ ചെയ്യാൻ വിളിച്ചോണ്ട് ഇവളെയും വരാൻ പറയും. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് അവളും പോകുമ്പോഴാണ് അവിടാണ് ആരും തന്നെ കാണത്തില്ല. അതിനെ ശിവന്മാരും എങ്കിൽ പിന്നെ നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞ് ഇവളായിട്ട് പണിയെടുപ്പിക്കുമ്പം അവന്മാർ രണ്ടുപേരും കൂടെ ഇവൾക്ക് ഈ പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവർ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നാൽ ഇവർക്കതൊരു സഹായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരവളെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവന്മാരും ക്ലീൻ ചെയ്യുന്നിടയ്ക്ക് ഇവളറിയാതെ വെള്ളത്തിനകത്ത് അങ്ങ് തള്ളിയിടും. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഇവള് സ്വിമ്മിങ് ആയത് മുങ്ങിപ്പോകുമ്പം ഇവന്മാരാണ് ആരേലേക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവളും ചുമ്മാ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന വേറെ പെങ്കൊച്ചാണ് ഇവളെങ്ങനെ ഇതിനകത്ത് വീണെന്ന് പറഞ്ഞ് ചിന്നുവിനെ രക്ഷിക്കും. അതിനുശേഷം പിള്ളേരെല്ലാരും കൂടെ ഇവളേതോ കൊച്ചെന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സാറും ക്ലാസ് വെച്ച് ഇവളെ പരിചയപ്പെടുത്തുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇവളൊട്ടും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അതിനുശേഷം അവൾ സീരി ചെന്നിരിക്കുമ്പോഴാണ് ഇവളുടെ അടുത്തിരുന്നൊരു കൊച്ചായിരിക്കും ഇവളുടെ ഡ്രസ്സ് നനഞ്ഞുകൊണ്ട് അവൾക്ക് ഇടാൻ വേണ്ടി ഒരു പുതിയ ഡ്രസ്സ് കൊടുത്ത്. അങ്ങനെ അതിന് അവൾ താങ്ക്സ് പറഞ്ഞിട്ട് ഇപ്പൊ അവൾ പേന എടുക്കാൻ വേണ്ടി ബോക്സ് തുറക്കുമ്പോഴാണ് അവൾ ആ കണ്ണാടി വഴി പുറേ ഷെന്നിരിക്കുന്ന കാണും. അങ്ങനെ ഇവനെ കണ്ട് അവളാണ് ഷോക്കായി പോകും. അപ്പോഴാണ് അവൾ ഓർത്ത് നോക്കുന്ന ഇവള് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അവനായിരിക്കും ആദ്യം വന്ന് ഇവൾ ഹെൽപ്പ് ചെയ്ത്. പക്ഷെ ഇവനെ കണ്ട് പേടിച്ച് അവളെ ഹെൽപ്പ് ചെയ്യാണ്ടെന്ന് നിൽക്കും. അതിനുശേഷമായിരിക്കും മറ്റേ ബെങ്കോച്ച് വന്ന് ഇവളെ രക്ഷിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവളും ഇവൻ എന്റെ ക്ലാസ്സിലാണെന്ന് അറിഞ്ഞ് അവൾ ചെറുതായിട്ട് പേടിച്ചു പോകും. അങ്ങനെ അതിന് ഷിൻഡ്രോൾ സമയത്തും ഇവളുടെ അടുത്തിരുന്ന ബെങ്കോച്ചാണ് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഷെന്നിന്റെ കൂട്ടുകാരന്മാർ രണ്ടുപേരും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഇവളെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. കൂടാതെ അവന്മാര് പ്രാങ്ക് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആൾക്കാരാ. അങ്ങനെ അവരെ കുറിച്ച് പറഞ്ഞിട്ട് ഷെന്നിനെ കുറിച്ച് പറയാൻ വരുമ്പം ശോഭയുടെ അനിയത്തി എന്ന് പറഞ്ഞ് അവൻ പുറയുന്ന ഇവളെ വിളിക്കും. അതോടെ അവളും ദേഷ്യത്തി നിനക്ക് ആള് മാറിപ്പോയതാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഗേൾസിനെതിരെ നടക്കുന്ന ഹരാസ്മെന്റിനെ കുറിച്ച് ടീച്ചറും ക്ലാസ് എടുക്കുമ്പോഴാണ് ഇവിടെ ചിന്നുവിന്റെ ബുക്ക് മൊത്തം ഫുള്ള് കുത്തിവരിച്ച് വെച്ചേക്കും. കാരണം ഇവൾ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കേണ്ടെന്ന് പറഞ്ഞ് അവളുടെ അമ്മയായിരിക്കും ഇത് ചെയ്ത്. അതുകൊണ്ട് അവള് പേടിച്ച ആ ബുക്ക് എടുത്ത് മറച്ചു വയ്ക്കുമ്പം ടീച്ചറാണ് ഇവളുടെ പുസ്തകം എവിടാന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് പയ്യന്മാരെല്ലാം പുസ്തകം കണ്ടിട്ട് ഇവൾക്ക് ഈ ബുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളെല്ലാം പോയിന്റ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് അവന്മാരെ കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം ടീച്ചറും എല്ലാവരും മര്യാദയ്ക്ക് അവളുടെ ബുക്ക് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പാടെടുക്കാൻ വേണ്ടി പോകും. അതേസമയം അവൾക്ക് മനസ്സിലായി ഇതെല്ലാം അവളുടെ അമ്മയായിരിക്കും ചെയ്തതെന്ന്. അതുകൊണ്ട് വീട്ടിൽ എത്തിയതിനു ശേഷം ഇവളാണ് അവളുടെ അമ്മയോട് ദേഷ്യത്തി എന്തിനാ അവളുടെ ബുക്ക് കുത്തിവരച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവരും പറയുന്ന ഇതേപോലെ കാര്യങ്ങളൊന്നും ഇവൾ ഈ പ്രായത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോഴാണ് അവളും ഇതൊക്കെ സ്കൂൾ പുസ്തകത്തിനകത്തുള്ളതെന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് സംസാരിച്ച് നോക്കുമ്പം അവരാണ് ഈ 17 വയസ്സിൽ തന്നെ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ബുക്കൊക്കെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ വഴക്കുറയും. ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ ഇതൊക്കെ മുമ്പ് ചേച്ചിയോടും പറഞ്ഞ് പഠിപ്പിച്ചുകൂടായിരുന്നെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പം അവളുടെ അമ്മ ഭയങ്കര ദേഷ്യത്തി അവൾ ഇമാതിരി ബുക്ക് വായിച്ചോണ്ട അവളുടെ അവസാനം ഇങ്ങനെ ആയിപ്പോയെന്ന് അറിഞ്ഞ് അവരും കരഞ്ഞോണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എന്തിനാ അവളെ കുറിച്ച് തന്നെ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ് അമ്മയും കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അനിനി ഭക്ഷണം നിർത്താൻ വേണ്ടി നിങ്ങളുടെ ശബ്ദം എന്റെ ഉറക്കം കളഞ്ഞെന്നറിഞ്ഞ് അവരെല്ലാവരും സൈലന്റ് ആക്കും. എന്നിട്ട് അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന വഴിക്ക് ഷെന്ന് ചിന്നുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവനാണ് അടുത്തേക്ക് ഓടി ചെന്ന് ഒരു ക്ലാസ്മേറ്റിനെ കണ്ടിട്ട് എന്താ മൈൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കും. അതോടെ അവളാണ് ദേഷ്യത്തി ഇവനിപ്പോ എന്തോ വേണ്ടെന്ന് ചോദിക്കുമ്പം അവനൊന്ന് കടിച്ചിട്ട് പോയതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ തിരിച്ചു വേണേ അവളുടെ കൈ കടിച്ചോളാൻ പറയുമ്പം ഇവനും ചിരിച്ചിട്ട് ഇത് വേറെ വല്ലവരായിരുന്നെങ്കിൽ അവൻ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്ന വേറെ രീതിയിലാന്ന് പറഞ്ഞിട്ട് ഇവളൊരു ബുജ്ജി ആയതുകൊണ്ട് ഇനി തൊട്ട് ഇവന്റെ ഹോംവർക്ക് എല്ലാം ഇവളാ ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ അതാണ് ഇവള് ചെയ്യേണ്ട പരിഹാരം. പക്ഷെ അവളത് ചെയ്യത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇവനെന്ന് ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്ന് നിനക്ക് അറിയണ്ടേന്ന് പറഞ്ഞ് അവനെ ഹോംവർക്ക് എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട് ഇവളാണ് ഷോക്കായി ഇവളുടെ ചേച്ചിയെ കുറിച്ച് ഇവൻ എന്തറിയാന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും ക്ലാസ്സിൽ ചെന്ന് ഇവന്റെ ഹോംവർക്ക് എഴുതുമ്പോഴാണ് ഇവളും പഴയതൊക്കെ ഓർത്ത് വെക്കുന്ന അവളുടെ ചേച്ചി മരിച്ചപ്പോ നാട്ടുകാരെല്ലാരും കൂടെ അവൾ എയ്ഡ്സ് ഒന്നാ മരിച്ചെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവളുടെ ഫാമിലി ഇവളോട് പറഞ്ഞു വെച്ചേക്കുന്ന അവൾ അപ്പൻഡിക്സ് ഒന്നാ മരിച്ചുപോയെന്ന്. അങ്ങനെ അത് തന്നെയാ അവൾ ഇപ്പം വരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ നാട്ടുകാരുടെ സംസാരം കേൾക്കാൻ പറ്റാതെ അവരവിടെ നിന്ന് സ്ഥലം വിട്ട്. കാരണം എയ്ഡ്സ് കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചെന്ന് അറിഞ്ഞാൽ തന്നെ പിന്നെ ഇവരോട് ആരും തന്നെ അടുക്കത്തില്ല. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവളും വിഷമിച്ചോണ്ട് അവിടുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അന്ന് രാത്രി വീട്ടിൽ വെച്ച് ഇവളാണ് അവളുടെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവര് പുതിയ സ്കൂള് കുറച്ച് ഡെവലപ്ഡ് ആയതുകൊണ്ട് ഇവൾ ഇവിടെ പഠിക്കുന്ന മാത്രം പോരാ കുറച്ച് എക്സ്ട്രാ പുറത്തുനിന്നൊക്കെ പഠിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതെല്ലാം അവളും കേട്ടിരുന്നിട്ട് സത്യത്തിൽ ഇവളുടെ ചേച്ചി എങ്ങനെ മരിച്ചെന്ന് ചോദിക്കുമ്പം അവളുടെ അമ്മയാണ് ഈ ചോദ്യം കേട്ട് മുമ്പേ പറഞ്ഞിട്ടല്ലേ അവൾ മരിച്ച അപ്പൻഡിക്സ് കാരണമെന്ന് അറിയും. അങ്ങനെ സർജറി സമയത്ത് കുറച്ച് പ്രശ്നമായതുകൊണ്ട് അവൾ മരിച്ചതെന്ന് അറിയുമ്പം ഇവളാണ് പക്ഷെ നാട്ടുകാരൊക്കെ അവൾ എയ്ഡ്സ് ഒന്നല്ല മരിച്ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും. ഇത് കേട്ട് അവളുടെ അമ്മയും ദേഷ്യത്തി നീ എന്തിനാണ് നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കുന്നത്
പറഞ്ഞെന്ന് പറഞ്ഞ് അവളെ മിണ്ടായിരിക്കാൻ പറയുമ്പം ഇവളൊരു സത്യമല്ലെങ്കിൽ എങ്കിൽ പിന്നെ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലായിക്കോടെ എന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവരും ഞാനൊരുത്തി എത്ര പേരോട് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരും പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ വീണ്ടും അവളെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഇവിടെ അവൾ ആരും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും തർക്കമാകും. അങ്ങനെ എല്ലാം കേട്ടിരുന്നിട്ട് ഇവളുടെ അച്ഛനാണ് അവസാനം വഴക്കിടുന്നതിന് ശേഷം നമ്മൾ അവളെ കുറിച്ച് മറക്കാനല്ലേ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് ഭാര്യ അഡ്വൈസ് ചെയ്യാൻ നോക്കുമ്പം അവരാണ് ദേഷ്യത്തിൽ മിണ്ടാതെ അടങ്ങിയിരുന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവളാണ് ഇതാ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഇവന്റെ ഹോംവർക്ക് എഴുതി കൊടുക്കുമ്പം അവനും പറയും സാധാരണ പിള്ളേരെല്ലാവരും കൂടെ ഇവന്റെ ഹോംവർക്ക് എഴുതി തരാൻ വേണ്ടി ക്യൂ നിൽക്കുവാന്ന്, പക്ഷെ ഇവൻ ആർക്കും കൊടുക്കാത്ത. അതുകൊണ്ട് മോള് തെറ്റ് ചെയ്തുകൊണ്ട് ഈ നല്ല കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവന് തിരിച്ചിട്ട് സീറ്റിൽ ചെന്നിരിക്കും. പക്ഷെ ഇവളാണ് ഇവിടെ ആളി കത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇവളുടെ കൂട്ടുകാരി അടുത്തിരുന്നോണ്ട് ഇവൾക്ക് ഷെന്നും തമ്മി നല്ല പരിചയം ഉണ്ടെന്ന് ചോദിക്കും. കാരണം ഇന്നലെ ഷൗബയുടെ അനിയത്തി ഞാൻ വിളിക്കുന്ന ഇവൾ കേട്ടായിരുന്നു അറിയും. അതുകൊണ്ട് ഇവൾക്ക് ഇനി ചേച്ചി ഉണ്ടെന്ന് ചോദിക്കുമ്പം അവളാണ് കുറച്ച് ടെൻഷനി എനിക്ക് ചേച്ചിയൊന്നുമില്ല ഒരു അനിയനുള്ളെന്ന് അറിഞ്ഞ് അവളെ മിണ്ടാതാക്കും. അപ്പേരാണ് പുറയിരുന്ന് അവനാണ് ഇവളെ ഏർപ്പിക്കാൻ വേണ്ടി ഞാനൊക്കെ ഹോംവർക്ക് എപ്പോഴേ ചെയ്തിരുന്നെന്ന് അറിഞ്ഞ് അവന്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവള് ദേഷ്യപ്പെടുമ്പോഴാണ് അടുത്തിരുന്ന കൂട്ടുകാരിയും ഷെൻ അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല അവ നല്ല പയ്യനെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് കുറെ പൊക്കി പറയും. അതായത് ആദ്യം ഇവളെ കണ്ടപ്പോ സത്യത്തിൽ ആൾക്കാരെ പേടിപ്പിച്ച് അവൻ പൈസ മോഷ്ടിച്ചൊന്നുമില്ല, അവൻ വേറൊരാളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച പൈസ ഇവൻ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പന്താണ് പറന്നു വന്ന് ചിന്നയുടെ തലയ്ക്കകത്തങ്ങ് അടിക്കും. അങ്ങനെ ഇത് കണ്ട് അവന്റെ കൂട്ടുകാരന്മാരാണ് ഇവള് നമ്മളെ ചിരിപ്പിക്കാൻ വന്നൊരു ജോക്കറാന്ന് പറഞ്ഞ് അവരൊക്കെ ഇവളെ കളിയായിക്കൊണ്ടിരിക്കും. അതിന് സ്കൂൾ കഴിഞ്ഞ് അവനും പുറകെ വന്ന് ഇവളുടെ തലയ്ക്കൊല്ലം പറ്റുമെന്ന് പറഞ്ഞ് കെയർ ചെയ്യും. കാരണം എന്നാൽ മാത്രമേ എന്റെ ഹോംവർക്ക് തെറ്റിക്കാൻ എഴുതാൻ പറ്റത്തുള്ളെന്ന് അവനോ ഇല്ലാത്ത റീസൺ പറഞ്ഞ് വീണ്ടും അവന്റെ ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പം അവളത് വാങ്ങിച്ചു വയ്ക്കും. കാരണം ഇവളുടെ ചേച്ചിയെ കുറിച്ച് സത്യമൊക്കെ അവ ഹോംവർക്ക് ചെയ്താലേ പറയത്തുള്ളൂ എന്ന് അറിഞ്ഞായിരുന്നു. എന്നിട്ട് അവൻ ഇവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കാൻ നോക്കുമ്പം ഇവളുടെ ഫോണിലെന്ന് അറിയും. അങ്ങനെ അതിനുവരെ അവളും ജസ്റ്റ് മെസ്സേജ് മാത്രം അയക്കുന്ന ഒരു അക്കൗണ്ടിന്റെ നമ്പർ ഇവന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകുമ്പം അവിടേക്ക് വരുന്ന ഇവളുടെ അനിയനും ഇവൾക്ക് ആ ഷെനിനെയൊക്കെ പരിചയമെന്ന് അറിഞ്ഞ് അവൻ ഈ സ്കൂളിൽ ഫേമസ് ആണെന്ന് വീണ്ടും അവനെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങും. അതോടെ ഇവളാണ് വെറുത്തുപോയി മിണ്ടാതെ പഠിക്കാൻ നോക്കണമെന്ന് അറിഞ്ഞിട്ട് അവനോടങ്ങ് ചൂടാകും. അങ്ങനെ അതിനുശേഷം അവനാണ് ഇവളുടെ തല ചുമന്നിരിക്കുന്നിട്ട് ഇതെങ്ങനെയാ പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും നമ്മുടെ ചേച്ചിയെ നമ്മൾ മറക്കാൻ നോക്കിയാലും അവൾ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഈ സ്കൂളിലും പ്രശ്നമെന്ന് പറഞ്ഞ് ഷെൻ അതും പറഞ്ഞ് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ കൊച്ചിലെ തൊട്ട് ഇവൾക്ക് അവളുടെ ചേച്ചി ഇഷ്ടമല്ല. കാരണം അവൾ ഭയങ്കര സുന്ദരി ആയതുകൊണ്ട് അവൾ എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ അവൾക്ക് കൂട്ടിന് അമ്മ അറിഞ്ഞുകൊണ്ട് മാത്രം ഇവളും കടയിലേക്ക് ചെല്ലുമ്പം അവിടുത്തെ കമ്മല് കാണുന്നില്ലെന്ന് അവിടുത്തെ സ്റ്റാഫും ചിന്നോനോടും ചോദിക്കും. പക്ഷെ അവളാണ് ഞാൻ ചുമ്മാ നോക്കിയതുള്ളൂ ഞാൻ തിരിച്ചു വെച്ചെന്നറിഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇവളുടെ ചേച്ചിയാണ് ഇവളെ സപ്പോർട്ട് ചെയ്യാതെ ഇവളെല്ലാം കമ്മലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അവൾ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ട് അവളുടെ ചേച്ചിയോട് നല്ല ദേഷ്യത്തിലാകും. അതിനുശേഷം ഒരു ദിവസം അമ്മ തന്നയിച്ച ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി അവളും ചേച്ചിയുടെ സ്കൂളിലേക്ക് വരുമ്പം അവളെയാണ് കുറെ ഗാങ്സ്റ്റർ പോലെയുള്ളവന്മാരൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ഇവളോട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ചിന്നു അടുത്തേക്ക് ചെന്ന് ഇത് അമ്മ നിന്നെ കൊടുത്തയച്ച ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് അവളുടെ കൊടുക്കാൻ നോക്കുമ്പം അവളാണ് ഞാനൊന്നും നിന്റെ ചേച്ചിയില്ല നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്നറിഞ്ഞ് അവളെ അങ്ങ് മൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ അന്നോട്ടെ ഇവൾക്ക് അവളുടെ ചേച്ചി ഒട്ടും തന്നെ ഇഷ്ടമല്ല. കൂടാതെ അവൾ സ്വസ്ഥമായിട്ട് മരിച്ചുപോയാലും അവൾ അറിഞ്ഞിപ്പോൾ നമുക്ക് ആ ചീത്ത പേര് ഇടുന്നതെന്ന് പറഞ്ഞ് അവൾ അനിയനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അനിയൻ ഇവരുടെ ചേച്ചി പാവമെന്നൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവളല്ല നമ്മളെ പാവം എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഇവള് ഷെനിന് ഹോംവർക്ക് എഴുതി കൊടുക്കാതെ അവളുടെ ചേച്ചി മരിച്ചത് അപ്പൻഡിക്സ് കാരണം അവൾക്കറിയാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നടന്നു പോകും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ഇവള് പ്രൂഫില്ല ചുമ്മാ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ ഇവളുടെ ചേച്ചി എങ്ങനെ മരിച്ചെന്നുള്ള പ്രൂഫ് ഉണ്ടെന്ന് അറിയും. കാരണം ഇവന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ആശുപത്രിയില്ല അവളെ അന്ന് അഡ്മിറ്റ് ചെയ്ത്. അതുകൊണ്ട് ചുമ്മാ എവിഡൻസ് ഇല്ലാതെ എന്നോട് തർക്കിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. കാരണം ഇത് റീസൺ വെച്ചാണ് ഇവൻ അവളെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം അവളും ഇവൻ പറഞ്ഞ സത്യമാണല്ലെന്ന് അറിയാൻ വേണ്ടി അവളുടെ കൂട്ടുകാരുടെ ഫോം വായിച്ച് സെർച്ച് ചെയ്ത് നോക്കും ആശുപത്രിയുടെ ഡയറക്ടർ ആരാന്ന്. അപ്പോഴാണ് ഷെന്നിന്റെ അച്ഛന്റെ ഫോട്ടോ അതിനകത്തുള്ള. അതായത് അവൻ പറഞ്ഞ സത്യമാണ്. അതിനെ ഇവൾക്ക് തന്നെ സംശയം വരും സത്യത്തിൽ അവളുടെ അമ്മ പറഞ്ഞ പോലെ അപ്പൻഡിക്സ് കാരണമാണോ അവളുടെ ചേച്ചി മരിച്ചതെന്ന്. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇവള് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ കസിൻ കല്യാണക്കാര്യം പറയാൻ വേണ്ടി അവൻ അവിടേക്ക് വന്നേക്കും. അങ്ങനെ അതിനെ ഇവെല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നല്ല പെങ്കൊച്ചിനെ തന്നെ കണ്ടെത്തിയെന്ന് അറിഞ്ഞ് ഇവർ തമ്മിൽ നല്ല ചേർച്ചയാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവരും കല്യാണം നമ്മുടെ ഗ്രാമത്തിൽ വെച്ചാന്ന് പറയുമ്പം കിച്ചണിൽ നിന്ന് അമ്മയ്ക്കാണ് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകാൻ താല്പര്യം കാണത്തില്ല. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പണ്ട് നമ്മളെടുത്ത് ഫോട്ടോസൊക്കെ ഇപ്പൊ കയ്യിരിപ്പുണ്ടെന്ന് അറിഞ്ഞ് ഇവർ അതൊക്കെ എടുത്ത് വെച്ച് കാണിക്കുമ്പോഴാണ് അതിനകത്ത് ചിന്നയുടെ ചേച്ചിയുടെ ഫോട്ടോ വരും. അതുകൊണ്ട് മറ്റേ കസിന്റെ ഫിയാൻസി ആണ് ഇതാരാന്ന് പറഞ്ഞ് ഇവരോട് ചോദിക്കുമ്പം അവരിൽ ഒരു സെക്കൻഡ് സൈലന്റ് ആകും. അപ്പോഴാണ് ചിന്നു പെട്ടെന്ന് അവളുടെ ദൂരത്ത് ബന്ധുവെന്ന് അറിഞ്ഞ് അവൾ ഇവളോട് കള്ളം പറയും. അങ്ങനെ ഒരു അസുഖം കാരണം അവൾ മരിച്ചോ എന്ന് അറിയുമ്പം ഇവളെ ഞാൻ അറിയാതെങ്കിൽ പിന്നെ ഈ ഫോട്ടോ കാണിച്ചെന്ന് അറിഞ്ഞ് അവരോടൊക്കെ സോറി പറയും. അപ്പോഴാണ് കസിൻ അതൊന്നും കുഴപ്പമില്ലെന്ന് അറിഞ്ഞ് അവൻ ഇവളോട് സത്യം പറയത്തില്ല. അങ്ങനെ അതിനുശേഷം ചിന്നു ചുമ്മാ കാറ്റ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പം ഇവളുടെ കസിനാണ് അടുത്തേക്ക് വന്ന് ഇവളെ കൊണ്ട് ഈ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ
വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും അവള് വിഷമിക്കണമെന്ന് പറയും. കാരണം ഈ കിട്ടുന്ന A+ കൊണ്ടൊന്നും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് ലൈഫിൽ നമ്മൾ ഈ പഠിക്കുന്നതിനേക്കാളും വേറെയും കുറെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ഇവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും ചിലവന് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു കസിനായിട്ട് ഞാൻ തരുവാന്ന് പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അവള് വാങ്ങിച്ചോളാൻ പറയും. കാരണം ഇവളുടെ അമ്മ അവളോട് സ്ട്രിക്റ്റ് ആണെന്ന് അവൻ അറിയാം. ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ ഇവൾക്ക് ജോലി കിട്ടിയതിനു ശേഷം ഇവന്റെ കൊച്ചിന് ഇതുപോലെ പൈസ കൊടുക്കുന്ന അറിയും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവളും ചേച്ചി സത്യത്തിൽ അപ്പൻഡിക്സ് കാരണമാണ് മരിച്ചെന്ന് അറിഞ്ഞ് അവനോട് ചോദിക്കും. കാരണം അവന് സത്യം എന്താന്നൊക്കെ അറിയാം. പക്ഷെ അവൻ പറയുന്നതും അപ്പൻഡിക്സ് കാരണം മരിച്ചെന്ന്. അതിനുശേഷം ഇവൾ അനിയനോട് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞാലും അവൾക്കത് വിശ്വാസമില്ലെന്ന് അറിയും. ഇത് കേട്ട് അനിയനാണ് ഷോക്കായി. ആദ്യമായിട്ട് അമ്മ പറയുന്നത് വിശ്വസിക്കായിരിക്കണമെന്ന് അറിഞ്ഞ് അവനും കളിയാക്കും. അപ്പോഴാണ് അവളും എന്തായാലും അപ്പൻഡിക്സ് കാരണം മരിക്കുവാണ്, ആ വിഷയമൊക്കെ എടുക്കുമ്പോൾ എന്തിനാ അമ്മ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റുന്നതെന്ന് അറിഞ്ഞ് ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അനിയനും പറയുന്ന മൂത്തവരെയൊക്കെ അങ്ങനെ പറയുവാണ്, നമ്മൾ അറിയാതിരിക്കുന്നത് നല്ലതെന്ന് അറിഞ്ഞ് അവൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം ഇവൾ ഹോംവർക്ക് ബുക്കായിട്ട് നേരെ ഷെന്നിനെ കാണാൻ പോകും. അങ്ങനെ അവൾ ഈ തവണയും ഇവൻ ഹോംവർക്ക് എഴുതിയിട്ടില്ല. അതുകൊണ്ട് അവളും ഇവന്റെ അച്ഛൻ ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ആണെങ്കിലും ഇവളുടെ ചേച്ചി മരിക്കാൻ കാരണം ഇവൻ പറയുന്ന പോലെ എന്തായാലും പറയുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ AIDS കാരണം മരിച്ചെന്ന് ഞാൻ പുറത്ത് പറയണമെന്ന് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നോക്കും. പക്ഷെ ഇവൾ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞ് അവൾക്ക് പേടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് എല്ലാവരും ഹോംവർക്ക് വാങ്ങിക്കുമ്പോഴാണ് ചിന്നോട് ഹോംവർക്കാണ് ഒന്നും തന്നെ കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് ലീഡറും നിനക്ക് വേണ്ടി എനിക്ക് സമയം കളയാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. ചിലപ്പോൾ ഇവളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഷെന്നായിരിക്കും ഹോംവർക്ക് ബുക്കെല്ലാം എടുത്ത് വെച്ച. അതേസമയം അവന് പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവന്റെ അച്ഛനും ദേഷ്യത്തി നീ വീട്ടിലേക്ക് വല്ലപ്പോഴും വരത്തുള്ളൂ, അത് ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞ് അവനെ വീട്ടിൽ തന്നെ കുറച്ച് സമയം ഇരിക്കാൻ പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി ഇത് എന്റെ വീടല്ല നിങ്ങളുടെ വീടാന്ന് പറഞ്ഞിട്ട് അവൻ ഈ പൈസയൊക്കെ ജോലിക്ക് അതിന് ശേഷം ഇൻട്രസ്റ്റോടെ തരാന്ന് പറയും. അപ്പോഴാണ് അവന്റെ അച്ഛനും നിന്റെ അച്ഛനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പം ഇവൻ എനിക്ക് അച്ഛനില്ല എനിക്ക് അപ്പൂപ്പനും അമ്മയെ മാത്രമുള്ളെന്ന് പറഞ്ഞ് അവനും ചൂടാകും. ഇത്രയും വർഷം അവന് നോക്കിക്കൊണ്ടിരുന്ന അവന്റെ അപ്പൂപ്പനാന്ന്, ആ സമയത്തൊക്കെ ഒരു അച്ഛൻ എന്ന രീതിയിൽ എന്റെ സ്കൂൾ ഫീസിങ്ങിൽ അടയ്ക്കാൻ നോക്കിയിട്ടുണ്ടോന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവന്റെ അച്ഛനാണ് ആശുപത്രി ബിസി ആയിരുന്നെന്ന് പറഞ്ഞ് ഇവനോട് റീസൺ പറയാൻ നോക്കും. കാരണം ആശുപത്രി എന്ന് പറഞ്ഞ് സ്വന്തം ഫാമിലിയെ തന്നെ ഇദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അടുത്ത ആൾക്കാർക്ക് മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു ഡോക്ടറായിട്ട് കണക്കൂട്ടിയാലും ഇവനൊരു സെൽഫിഷ് മാൻ ആയിട്ടാ കാണുന്നതെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതിൽ തന്നെ മനസ്സിലായി ഇവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമൊന്നുമല്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരും ഗ്രൗണ്ടിൽ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പയ്യനാണ് ചിന്നോടെ പാൻറ് മൊത്തം ചോരാന്ന് പറഞ്ഞ് അവളോട് ചെന്ന് പറയും. അങ്ങനെ അതിനെ ശിവരാക്കാർ അവളോട് പറയുമ്പോഴാണ് അവളും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. എന്നിട്ട് അവളും ബാത്റൂമിൽ ചെന്ന് അവളുടെ പാൻറ് കഴുകിയിട്ട് ഇവളുടെ അടുത്തിരിക്കുന്ന കൊച്ചിനോട് അന്നത്തെ പോലെ യൂണിഫോം ഉണ്ടോ ചോദിക്കുമ്പം ഇവള് യൂണിഫോം ഉണ്ട് പക്ഷെ ഇവൾക്ക് അത് ചേരത്തില്ലെന്ന് പറയും. എന്നിട്ട് അവളാണ് ചോദിക്കും സത്യത്തിൽ AIDS ഒന്നും മരിച്ച ശോഭയുടെ അനിയത്തിയാണ് ഇവളെന്ന്. കാരണം അതറിഞ്ഞിട്ടാ ഇവളിപ്പോ ഡ്രസ്സ് കൊടുക്കാത്ത. അങ്ങനെ ഈ ചോദ്യം കേട്ട് ചിന്നുവാണ് ഇവളുടെ ചേച്ചിയെ കുറിച്ച് അങ്ങനെ ഇവരൊക്കെ അറിഞ്ഞെന്നറിഞ്ഞ് അവളാകെ പേടിച്ചു പോകും. അങ്ങനെ അതിനുശേഷം അവൾ ആ നനഞ്ഞ തുണിയോടെ പുറത്തേക്ക് നടന്നു പോകുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഇവളെ തന്നെ നോക്കി കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് നിൽക്കുന്ന ഷെന്നിനെ കണ്ട് അവളും പുറത്തേക്ക് കളിച്ചുകൊണ്ട് അവനോട് ചോദിക്കും ഇവനാണ് ഈ കാര്യം സ്കൂൾ മൊത്തം സ്പ്രെഡ് ചെയ്തതെന്ന്. ഇത് കേട്ട് അവനും ചുമ്മാ സത്യം അറിയാതെ മറ്റേ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇവനും ദേഷ്യപ്പെടുമ്പം ഇവളെന്തായാലും ഇവളുടെ ചേച്ചിയെ കുറിച്ച് ഇവനെല്ലാം അറിയത്തുള്ളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ട പനി പിടിക്കുമെന്ന് പറഞ്ഞ് അവളെ വേറെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറയും. അതേസമയം ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാവരും കൂടെ ഈ AIDS സ്പ്രെഡ് ചെയ്യുന്ന ബ്ലഡ് വഴിയാന്ന് പറഞ്ഞ് അവർ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവളുടെ അടുത്തിരുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞ് അവരോരോരുത്തർ സംസാരിക്കുന്നതൊക്കെ അവിടേക്ക് വരുന്ന ഷെന്നും കേട്ട് അവൻ മൈൻഡ് ചെയ്ത് കടന്നുറങ്ങും. ഇതേ സമയം ഇവൻ അവിടുത്തെ നഴ്സിനോടൊക്കെ ചോദിച്ചു കാണും. അപ്പോഴാണ് അവരും പറഞ്ഞേക്കുന്ന ഇവന്റെ അച്ഛനായിരുന്നു അവളുടെ കേസ് ഏറ്റെടുത്തതെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്ന ചിന്നുവിനോട് അവളുടെ അനിയനും ചോദിക്കും ഇവളെ സ്കൂളിൽ പിള്ളേർ റാഗ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് അമ്മയും അച്ഛനോടൊന്നും പറയാത്തതെന്ന്. അപ്പോഴാണ് അവളും അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അമ്മയോട് പറഞ്ഞ അവരുടെ ബിഹേവിയർ ഇവനെ മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞ് ഇവള് സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ചേച്ചിയെ കുറിച്ച് അനാവശ്യമായിട്ട് പറയുന്നതൊക്കെ നോക്കി ചുമ്മാ നിൽക്കാൻ പോകണം ചോദിക്കുമ്പോൾ ഇവളും അവരൊക്കെ ചേച്ചിയെ കുറിച്ച് മോശമായിട്ട് പറയാതിരിക്കണമെങ്കിൽ അവൾ എങ്ങനെയാ മരിച്ചതെന്ന് ഇവൾ എവിഡൻസ് കണ്ടെത്തണം എന്നറിയും. എന്നാലേ നാട്ടുകാരൊക്കെ സൈലന്റ് ആകത്തുള്ളെന്ന് ഇവൾ അവളുടെ അനിയനോട് പറയും. അതിനുശേഷം അടുത്ത ദിവസം ഇവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഇവളുടെ അടുത്തിരുന്ന AIDS പകരം എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതൊന്നും അവൾ വലിയ കാര്യമായിട്ടെടുക്കാതെ അവളും കമ്പ്യൂട്ടറിനകത്ത് സെർച്ച് ചെയ്യും ഈ അപ്പൻഡിക്സ് കാരണം പേഷ്യന്റ് ഒക്കെ മരിക്കുമെന്ന്. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന അപ്പൻഡിക്സ് സർജറി കാരണം അങ്ങനെ ആരും മരിച്ചിട്ടില്ലെന്ന്. സർജറി നീട്ടിക്കൊണ്ടുപോയാൽ ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുള്ളെന്ന് ഇവളത് വായിച്ച് മനസ്സിലാക്കുമ്പം ഇതൊക്കെ പുറയിരുന്ന് ഷെന്നാണ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവളും ക്യാൻറ്റീനിൽ ഫുഡ് അടിക്കാൻ പോകുമ്പം ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരും തന്നെ ഇവൾ അടുത്തിരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചും എന്റെ അടുത്തൊന്ന് ഇരുന്നോന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അങ്ങനെ ഇവളുടെ പേര് മൂമു. അങ്ങനെ ചിന്നോടെ വീട്ടിന്റെ അടുത്തിരുന്ന അവളും വരുന്നതെന്ന് പറയും. അങ്ങനെ ഇവർ അടുത്തടുത്ത താമസിക്കുന്ന പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവരുടെ അടുത്ത് തന്നെ ഷെന്നും വന്നിരിക്കും. അതോടെ അവളും കുറച്ച് ടെൻഷന് ഇനി കഴിച്ചിട്ട് ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഇവരെല്ലാം കൂടെ ഇപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷെന്നും ഇവളെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അവനിപ്പോ എവിഡൻസ്
ആയിട്ട് വരും. അതുകൊണ്ട് അവനടുത്തേക്ക് വന്ന് നിനക്ക് തന്നെ അപ്പൻഡിക്സ് എന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പം ഇവളാണ് ചുമ്മാ എവിഡൻസ് ഇല്ല നീ എന്റെ ചേച്ചിയുടെ മരണത്തിനെ കുറിച്ച് സംസാരിക്കലെന്ന് പറഞ്ഞ് അവളെ വാൺ ചെയ്യുമ്പം അവനാണ് പെട്ടെന്ന് ഒരു ഫയൽ എടുത്ത് എന്റെ അതിന് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനടുത്ത് കാണിക്കും. ഇതോടെ അവളെങ്കിൽ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ നിന്ന് വാങ്ങിക്കാൻ നോക്കുമ്പം അവൻ അവളുടെ തരാതിരിക്കാൻ വേണ്ടി അവളുടെ ചുമ്മാ തമാശ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അറിയാതെ ഹിമ സ്ലിപ്പായി ആ ഫയൽ വെള്ളത്തിലേക്ക് വീഴുന്നത്. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ സ്വിമ്മിങ് അറിയാതെ അവൾ വെള്ളത്തിൽ ചാടി അതെടുക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് അവനും പുറകെ ചെന്ന് അവളെ രക്ഷിച്ചിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പം പിള്ളേരെല്ലാം കൂടി നോക്കി നിന്നിട്ട് ഇത് റൊമാൻറ്റിക് സീനല്ല, ആരേലൊക്കെ പോയി അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം സഹായിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം ഇവൾ ആ ഫയൽ എടുത്ത് നോക്കുമ്പോഴാണ് അത് ഒന്നും എഴുതാത്തൊരു പേപ്പർ. കാരണം അവൻ ചുമ്മാ ഇവളെ പ്രാങ്ക് ചെയ്ത. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഇവള് തന്നെ എവിഡൻസ് ആയിട്ടാണ് അവന് പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. അങ്ങനെ അതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാം ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.只遥远的星光，你说相聚是渐渐的流浪，我多想陪你把每个深夜点亮，虽然只是在交错的时空相互拥抱，可都随时间泛黄，只能对照片跑。